പുലിമടയിൽ കൊമ്പൻസ് ഇടയുമോ അതോ കൊമ്പൻസ് ചരിയുമോ എന്നാണെങ്കിലും പണ്ട് ഈ പറഞ്ഞ മോഹൻ ബഗാനും ബ്ലാസ്റ്റേഴ്സ് മാച്ചൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു ആവേശമായിരുന്നു. ആ ഒരു കൊൽക്കത്തൻ കേരള ആ ഒരു വീറും വാശിയൊക്കെ ഉണ്ടായിരുന്നു. നിലവിലെ അവസ്ഥ വെച്ചിട്ട് നമ്മളെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അതിനുള്ള കാരണം നിലവിലെ രണ്ട് ടീമുകളുടെയും ഫോം തന്നെയാണ്. നമുക്കറിയാം പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് മോഹൻ ബഗാൻ. സീസണിൽ ഇതേവരെ ഒരേ ഒരു തോൽവി മാത്രം. കഴിഞ്ഞ 5 മത്സരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 4 വിജയിച്ചു, ഒരു മത്സരം സമനിലയുമായി. അങ്ങനെ ഒരു വെടിക്കെട്ട് ഫോമിലാണ് അവർ നിൽക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അറിയാമല്ലോ എന്താണ് അവസ്ഥ. കഴിഞ്ഞ 5 മത്സരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 4 തോറ്റു, ഒരു മത്സരം മാത്രം വിജയിച്ചു. സോ പോയിന്റ് ടേബിളിൽ 10ാം സ്ഥാനത്തൊക്കെയാണ് അവർ നിൽക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസിലെയൊക്കെ ചോർച്ചയും ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാകുമ്പോൾ അവർ ഈ സീസണിൽ ഗോൾ അടിച്ചു കൂട്ടുന്നൊരു ടീം തന്നെയാണ്. 19 ഗോൾസ് അടിച്ചു. മാത്രമല്ല അവർ ഈ സീസണിൽ 6 ക്ലീൻ ഷീറ്റുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതായത് അവരുടെ ഡിഫൻസീവ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഗോൾ കീപ്പർ വിശാൽ കൈ തക്ക മികച്ച ഫോമിൽ തന്നെയാണുള്ളത്. നമ്മുടെ ക്ലീൻ ഷീറ്റിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പം ലാസ്റ്റ് മാച്ച് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മോഹൻ ബഗാൻ അവരുടെ പ്രധാനപ്പെട്ട 2 ഡിഫൻഡേഴ്സ് ഇല്ലാതെയാണ് കളിച്ചത്, റോഡ്രിഗസും സുഭാഷിഷും. എന്നിട്ട് പോലും അവർക്ക് ക്ലീൻ ഷീറ്റ് വിൻ ചെയ്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോലെ നല്ല ഫോമിൽ നിൽക്കുന്നൊരു ടീമാണ് അവർക്കെതിരെ നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അറ്റാക്കിംഗ് സൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ മോഹൻ ബഗാൻ്റെ അറിയാമല്ലോ, പെട്രട്ടോസ്, മക്ലാറൻ, സ്റ്റുവർട്ട്, കമ്മിൻസ്, മൻവീർ, ലിസ്റ്റൺ, അങ്ങനെ വെടിക്കെട്ട് പ്ലെയേഴ്സൊക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ മിഡ്ഫീൽഡ് ആണ് നമുക്ക് താരതമ്യേന എന്തെങ്കിലുമൊക്കെ പറയാനുള്ളത്. പക്ഷേ നമ്മുടെ മിഡ്ഫീൽഡ് അത് എക്സ്പോസ് ചെയ്യാൻ തരത്തിലുള്ളതൊന്നും അല്ല. നമുക്കറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. പ്രത്യേകിച്ച് ഇപ്പം വിപിൻ കൂടി ഈ ഒരു മാച്ചിലേക്കൊന്നും അവൈലബിൾ അല്ലാത്ത സാഹചര്യത്തിൽ അത് കൂടുതലായിട്ടൊക്കെ കോംപ്ലിക്കേറ്റഡ് ആകുകയുള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളിപ്പോൾ ഒരു വിജയം നേടിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് കൊട്ടക്കണക്കിന് വാങ്ങാതെ തിരിച്ചെത്തിയാൽ മതി എന്നുള്ളൊരു സമീപനത്തിലാണ് ഈ ഒരു മത്സരത്തിൽ ഇരിക്കുന്നത്. എന്താകും റിസൾട്ട് എന്നൊക്കെ ഉള്ളത് അറിയില്ല, നോക്കി കാണാം. പിന്നെ ഇപ്പം ഒന്ന് ഡിഫെൻസീവ്ലി സെറ്റപ്പ് ചെയ്ത് കൂടുതലിപ്പം ഒരു ഐലൈനിലേക്ക് പോയി കഴിഞ്ഞാൽ എക്സ്പോസ് ചെയ്യാൻ പറ്റിയ പ്ലെയേഴ്സാണ്. ഇപ്പോൾ പെട്രട്ടോസ് ആണെങ്കിലും മക്ലാറിനാണെങ്കിലും ഈ പറഞ്ഞ ലിസ്റ്റഡും മൻവീറും ഒക്കെയാണ്. സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ അത് എക്സ്പോസ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ലിസ്റ്റഡെ മൻവീറിനെയൊക്കെ എത്ര കളിയാക്കിയാലും ആ സ്പേസ് ഉണ്ടെങ്കിൽ അത് അവർ യൂട്ടിലൈസ് ചെയ്യുക തന്നെ ചെയ്യും. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഡിഫൻസീവ്ലി കോമ്പാക്റ്റ് ആകാൻ ഇപ്പോൾ കൊയ്ഫിനെ DME കളിപ്പിച്ച് മിലോസിനെ CB കളിപ്പിച്ച് പിന്നെ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നോയോ അല്ലെങ്കിൽ ലൂണ ആരെങ്കിലുമൊക്കെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. ആ സാഹചര്യത്തിൽ അവരുടെ പൊസിഷനിൽ ഏത് ഇന്ത്യൻ പ്ലെയർ കളിക്കും? ഇപ്പം നോയ ഒഴിവാക്കുകയാണ്, എയ്മാനെ ലെഫ്റ്റ് കളിപ്പിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് മാച്ചസിലൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് 11ലേക്കുള്ള സാധ്യതയില്ല. ബാക്കി പ്ലെയേഴ്സ് ലെഫ്റ്റ് വിങ്ങറാസ് ആയിട്ടുള്ള പ്ലെയേഴ്സൊക്കെ ഇതേവരെ അങ്ങനെ ബെഞ്ചിൽ പോലും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ള സാഹചര്യമാണുള്ളത്. അപ്പം അതും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അവൈലബിലിറ്റി. അതിൻ്റെയോടൊപ്പം വിപിൻ ഇല്ല. മിഡ്ഫീൽഡിൽ നമ്മൾ വിപിൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഡാനിഷ് ഫ്രെഡ് കളിപ്പിക്കണം. അത് എത്രത്തോളം വർക്കൗട്ടാവും? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യചിഹ്നങ്ങൾ സ്റ്റിൽ നിലനിൽക്കുന്നു. പിന്നെ നമ്മൾ പറയുന്ന യൂഷ്വൽ പ്രശ്നങ്ങൾ. അപ്പോൾ നമുക്കിനി ഇരു ടീമുകളുടെയും ഒരു എക്സ്പെക്റ്റഡ് 11 എന്ന് പരിശോധിക്കുന്ന സമയത്ത് മോഹൻ ബഗാനിലേക്ക് വരാം. അവരുടെ ഗോൾ കീപ്പർ എന്ന നിലയിൽ വിശാൽ കെയ്ത് തന്നെ. ഡിഫൻസിലേക്ക് വരുമ്പോഴത്തേക്കും റോഡ്രിഗസ് ആൻഡ് ടോം ആൾഡ്രഡ് എന്നീ ഫോറിൻ വിദേശ സെൻറ്റർ ബാക്സ്. ആൻഡ് റൈറ്റിലേക്ക് വരുന്ന സമയത്ത് ആശിഷ് റായ്, ലെഫ്റ്റിലേക്ക് വരുമ്പോൾ സുഭാഷിഷ് ബോസ്. ആൻഡ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്കും അപ്പൂയ, സാഹൽ ആൻഡ് പെട്രട്ടോസ്. ആൻഡ് അറ്റാക്കിലേക്ക് വരുന്നൊരു സമയത്ത് മൻവീർ, ലിസ്റ്റൺ ആൻഡ് മക്ലാറൻ. ഇതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ പണിഷ് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് വേറെ ഉണ്ട്. നമുക്കറിയാലോ, ആഷിഖ് ആണെങ്കിലും അല്ലെങ്കിൽ പെട്രട്ടോസ്, സ്റ്റുവർട്ട്, അതുപോലെ കമ്മിൻസ്, അങ്ങനെ തുടങ്ങിയിട്ട് നിരവധി പ്ലെയേഴ്സ് ഇരിക്കുകയാണ്. ഇനി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും പറഞ്ഞ 4-3-3 ഫോർമേഷനിലൊരു ഗോൾ കീപ്പർ എന്ന നിലയിൽ സച്ചിൻ സുരേഷ് തന്നെ. ഡിഫൻസിൽ പ്രീതം ആൻഡ് കൊയ്ഫ് ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. റൈറ്റിലേക്ക് വരുമ്പോൾ സന്ദീപ്, ലെഫ്റ്റിൽ നവോച്ച, മിഡ്ഫീൽഡിൽ ഡാനിഷ് ആൻഡ് ഫ്രെഡി, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ ലൂണ, ലെഫ്റ്റിൽ നോവ ആൻഡ് റൈറ്റിൽ കൊറൂസിങ് ആൻഡ് സെൻറ്റർ ഫോർവേഡ് എന്ന നിലയിൽ ഹെസൂസ് ഹിമിനസ്. സോ വേറെ ചേഞ്ച് വരുത്താം, പക്ഷേ ആരെയൊക്കെ മാറ്റി ആരെയൊക്കെ കൊണ്ടുവരും എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അവിടെ നിൽക്കുന്നത്. സോ എന്താണ് നിങ്ങൾ ഈ ഒരു മാച്ചിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു മാച്ച് പ്രിവ്യൂ ചെയ്യാൻ തന്നെ ഒരു മടിയായിട്ടിരിക്കുകയായിരുന്നു. എന്താ പറയണ്ടേ, ഇങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മുടെ അവസ്ഥയൊക്കെ വെച്ചിട്ട് അറിയാമല്ലോ നിലവിൽ എന്താണ് കറണ്ട് സെനാരിയോ എന്നൊക്കെ ഉള്ളത്. എന്താണെങ്കിലും നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടൊന്ന് കമ്പോസ് എഴുതാൻ പറ്റുകയാണെങ്കിൽ സനിയ.